ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു 6-7 മാർഗങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഈ സബ്ജക്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഒരു ലവ് മാഗ്നറ്റ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. കാരണം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഇനി ഇഷ്യൂസ് ഇല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പവർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊരു മാഗ്നറ്റിക് പവർ അത് ഇനി എന്ത് ജീവിതത്തിൽ നേടണം എന്നാണെങ്കിലും സെൽഫ് ലവ് മസ്റ്റാണ്. കാരണം അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് കാര്യവും ചിന്തിക്കുന്നത് നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് എല്ലാറ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക, അതിലോട്ട് വിളിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക, സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും നീറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. നീറ്റ് മീൻസ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ കുളിക്കുക, അതുപോലെ തന്നെ വെൽ ഡ്രസ്ഡ് ആവുക. നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. മിററിലൊക്കെ നമ്മളെ തന്നെ കാണുന്ന സമയത്ത് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണം. അപ്പോഴേ നമുക്ക് ആ ഒരു സെൽഫ് ലവും പിന്നെ അതിൻ്റെ ഒരു എനർജിയും ഒക്കെ നമുക്ക് ആ ഒരു ദിവസം തുടർച്ചയായിട്ട് ലഭിക്കത്തുള്ളൂ. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നീറ്റായിട്ടിരിക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ ഫിസിക്കലി നമ്മൾ അപ്പിയറൻസിൽ ഒരു പോയിന്റ് പറഞ്ഞുവെങ്കിൽ അടുത്ത ഒരു പോയിന്റ് പറയുന്നത് നമുക്ക് മാനസികമായിട്ട് വെൽ ബീയിങ് ആയിട്ടിരിക്കാനുള്ള ഒരു പോയിന്റാണ്. ഐ മീൻ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഒക്കെ വരുത്തിയിട്ടുണ്ടായിരിക്കാം. അതിനെല്ലാം നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളോട് ദേഷ്യമോ വിദ്വേഷമോ വെറുപ്പോ പകയോ ഒക്കെ ഉണ്ടായിരിക്കാം. കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചതിച്ചിട്ടുണ്ടെങ്കിൽ, വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യത്തില്ല, നമുക്ക് ഒരു കാര്യവും അട്രാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കാം. സോ ഫോർഗീവ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും മാപ്പ് കൊടുക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. പാസ്റ്റിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ നമ്മൾ ആ വെറുപ്പ് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന സമയത്ത്. അപ്പോൾ ഫോർഗീവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗമായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തേത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുക. എവിടെയാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്, നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടാവത്തുള്ളൂ, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ടാവാം. എന്താണെങ്കിലും ആ നേട്ടങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതെന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുകയും അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഫീൽ ചെയ്യും. അത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ലൈഫിൽ നേടിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു മാർഗം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ ഡൗൺ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ഐ മീൻ ചില ആളുകൾ ചിന്തിക്കും, ഞാൻ അത്ര പോരാ, എനിക്ക് അത്ര സ്കില്ലൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന് പകരം ഞാൻ കൊള്ളാം, എനിക്ക് ആവശ്യത്തിനുള്ള സ്കില്ലൊക്കെ ഉണ്ട്, ആ സ്കില്ലുകൾ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, ഞാൻ ഇന്ന ഏരിയയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അത് നമ്മളെ ഒന്നുകൂടി ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ട ചിന്തകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ പുറകിലോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ചിന്തകളായിരിക്കരുത് നമുക്ക് വേണ്ടത്. സോ തിങ്ക് പോസിറ്റീവ്. ആ തോട്ട്സുകൾ എപ്പോഴും നമ്മളെ ഫ്യൂച്ചറിലോട്ട് അല്ലെങ്കിൽ വലിയൊരു സക്സസ്സിലോട്ട് ലീഡ് ചെയ്യുന്ന തോട്ടുകളായിരിക്കണം. എനിക്ക് പറ്റും, എനിക്ക് കഴിയും, ഞാൻ അത്യാവശ്യം എനിക്ക് കഴിവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുക. അടുത്തതായിട്ട് പറയുന്നത് സെൽഫ് ലവിൻ്റെ മറ്റൊരു ഭാഗമാണ് നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചോദിച്ചിട്ട് കിട്ടിയതുണ്ട്, ചോദിക്കാതെ കിട്ടിയതുണ്ട്, ഇനി ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്.
ഇതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക, അത്തരത്തിലുള്ള ഒരു ഹാർട്ട് നമുക്കുണ്ടായിരിക്കുക എന്ന് പറയുന്നത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീല് നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ഓരോ സന്ദർഭങ്ങളിലും നമ്മളത് ചിന്തിക്കുകയും അതിനപ്പോൾ തന്നെ താങ്ക്സ് പറയുകയും അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള ആ ഒരു വേർഡിലൂടെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്ന സമയത്ത് ആ സെൽഫ് ലവ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത്തരത്തിലുള്ള തോട്ടുകൾ നമ്മുടെ മനസ്സിലൂടെ കടത്തിവിടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്തുക, അവരെ മനസ്സിലാക്കുക, അവരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടുക, അവരുമായിട്ട് ഇടപഴകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റിവിറ്റി ആയിരിക്കും കിട്ടുക. നേരെ മറിച്ച് ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അവരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അറിയാതെ വെറുത്തു പോകും. കാരണം അവരുടെ ടോക്സിസിറ്റി കാരണം നിങ്ങൾ അവരെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് അവിടെ നഷ്ടമാവുന്നത്. സോ അത്തരം സിറ്റുവേഷൻസിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷൻ. അപ്പം നല്ല ആളുകളുമായിട്ട് കൂട്ടുകൂടുക, ഇടപഴകുക, നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ആളുകളെ കൂടുതൽ അടുപ്പിക്കുക ലൈഫിലോട്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ ഏകദേശം 7 മാർഗങ്ങളാണ് സെൽഫ് ലവ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇതുകൂടാതെ ധാരാളം മാർഗങ്ങളുണ്ട്. ഇത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ സെൽഫ് ലവ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ ഈ ഒരു 7 കാര്യങ്ങളെങ്കിലും ചെയ്തു തുടങ്ങുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഒരു മാഗ്നറ്റിക് പവർ നിങ്ങൾക്ക് കിട്ടും. ആ പവർ കിട്ടുന്നതിലൂടെ നിങ്ങളുടെ തോട്ടിൻ്റെ പവർ കൂടും. തോട്ടിന് പവർ കൂടുമ്പോൾ ലൈഫിൽ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അത് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ശക്തി കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.